വിധേയനായ ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് അവിടെ സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. അടച്ചുപൂട്ടി സൈഡ് കൊടുക്കും വണ്ടിയും വന്നു ഒരു പ്രശ്നമില്ല. കെ ടി വിബീഷ് വിവരങ്ങളുമായി ചേർന്നു. വിബീഷ്, എന്താണ് സംഭവിക്കുന്നത് അവിടെ? പ്രവർത്തകരാണ് ഇപ്പോൾ എടക്കാടുള്ള ഡോക്ടർ ജില്ലാ ക്ലിനിക്കിലേക്ക്, അതായത് റാമിന്റെ സ്ഥാപനമാണ് ഇത്, ഇവിടേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ ഓഫീസിന് മുകളിൽ ഈ ക്ലിനിക്കിലേക്ക് തള്ളി കയറുകയും തുടർന്ന് ക്ലിനിക്കിന്റെ ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഇവിടെ ഈ ക്ലിനിക്ക് ജാതി വെറിയന്റെ ക്ലിനിക്ക് ഡിവൈഎഫ്ഐ അടച്ചുപൂട്ടിയിരിക്കുന്നു എന്ന ബോർഡ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. പോലീസുമായി പ്രവർത്തകർ നേരിയ ഉന്തുതള്ളുമുണ്ടായി. തുടർന്നാണ് ക്ലിനിക്കിന്റെ മുകളിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറിയത്. ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ പ്രവേശിച്ച പ്രവർത്തകർ ക്ലിനിക്കിന്റെ വാതിൽ ചവിട്ടി തള്ളി തുറക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ക്ലിനിക്കിന്റെ ബോർഡുകൾ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. ജാതി വെറിയനായ ഡോക്ടർ റാമിന് ഇനി ഇവിടേക്ക് പ്രവേശനമില്ല എന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ സമരം ഉദ്ഘാടനം നടക്കുകയാണ്. എം കെ റാം ഉൾപ്പെടെയുള്ള അവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള കൊടിയ ജാതിപരമായ, വർഗീയപരമായ, വർണ്ണപരമായ അപമാനിക്കലിന് ഇരയായിട്ടാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡോക്ടർ റാമിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഓരോ പ്രതികരണങ്ങൾ, ഞെട്ടിക്കുന്ന പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവരുടെ വിദ്യാഭ്യാസ ജീവിതം വിഫലമായി പോകും എന്ന പേടി കാരണം ആരും അങ്ങനെ പ്രതികരിക്കുന്ന നില സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ കൂടപ്പറപ്പ് മരിച്ച് പോയ ഒരു സാഹചര്യത്തിൽ അവരോരോരുത്തരുമായി മാനേജ്മെന്റിന്റെയും ഡോക്ടർ റാമിന്റെയും നേതൃത്വത്തിലുള്ള ഈ കൊടിയ പീഡനങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുകയാണ്. വിദ്യാർത്ഥികളെ ചെരുപ്പെടുത്ത് മുഖത്തടിക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവർ പറയുകയാണ്. വിദ്യാർത്ഥികളെ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, അശ്ലീല പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന നിലപാട് അവിടുത്തെ മാനേജ്മെന്റും റാം ഉൾപ്പെടെയുള്ള ചില അധ്യാപകരും സ്വീകരിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള എടക്കാടിന്റെ ഈ പ്രദേശത്തുള്ള ഈ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെയൊരു പ്രതിഷേധ മാർച്ചും പരിപാടിയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പോലീസുകാർ
നമുക്ക് പറയാനുള്ളത്